യാ മോനെ എന്താ കഥ. മാർച്ച് 27 നല്ലൊരു പൂരം തന്നെ. പൂരത്തിന്റെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്ന പോലെ മാർച്ച് 27 നമ്മുടെ ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാൻ റിലീസാണ്. മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. എമ്പുരാൻ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മളെ ലാലേട്ടൻ, അതുപോലെ തന്നെ മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ, യുവ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് രണ്ടാമത് സംവിധാനം ചെയ്യുന്നത്, അതുപോലെ തന്നെ തിരക്കഥ മുരളി ഗോപി. അപ്പൊ ഈ 3 പേരോടൊരു പ്രത്യേക കോമ്പിനേഷൻ. ലാലേട്ടന്റെ കാര്യം പിന്നെ പറയാനില്ല. നമ്മൾ ലൂസിഫർ കണ്ടതാണ്. അപ്പോ എമ്പുരാന് തകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കും. 2019 ലൂസിഫർ ഇറങ്ങി റിലീസായി. ചരിത്ര വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര വിജയമാണ് നേടിയെടുത്തത്. അപ്പൊ അതിന്റെ 2ാം പാർട്ടായി എമ്പുരാൻ എങ്ങനെ ഉണ്ടാവും മക്കളെ? എന്റെ പൊന്നു മോനെ, ഹലാക്കിന്റെ ഔരസുകഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹലാക്കിന്റെ ഔരസുകഞ്ഞിയാവും. ആദ്യ ഐറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോ 500 കോടി അടിക്കും, അതുപോലെ തന്നെ 600 കോടി അടിക്കും, 1000 കോടി അടിക്കും എന്നൊക്കെ പലരും പല ലെവലിൽ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും പടം ബമ്പർ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഹിറ്റിന്റെ ഹിറ്റായി മാറാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. മാറും എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ ആശീർവാദും ലൈക്ക പ്രൊഡക്ഷൻസും കൂടിയിട്ട് ചേർന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇറക്കുന്നത്. അപ്പോ ലൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നല്ലൊരു അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്. ആശീർവാദ് മോശമല്ല. ലാലേട്ടന്റെ സിനിമകൾ, വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഈ ആശീർവാദ് സിനിമാസാണ്. അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം അല്ല, അതിലുപരി സൂപ്പറായിട്ടാണ് അവർ ഇത് പുറത്തിറക്കുന്നത്. ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല. എന്നിരുന്നാലും സംഭവം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും. ബമ്പർ ഹിറ്റ് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും അല്ല, നിങ്ങൾ കട്ട സപ്പോർട്ടോടെ കാത്തിരിക്കുന്നത് പോലെ ഞാനും കട്ട സപ്പോർട്ടോടെ കാത്തിരിക്കുകയാണ്. കാരണം എമ്പുരാൻ അതൊരു സംഭവം തന്നെയാണ്. അപ്പൊ ആ സംഭവം നമുക്ക് എന്ത് ചെയ്യാ, കാത്തിരുന്ന് കാണാം. മാർച്ച് 27 ഒരു പൂരം തന്നെയുണ്ട്. പൊടി പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പൂരം. എന്റെ മോനെ എന്താകും പറയാൻ പറ്റില്ല. 6 രാഷ്ട്രങ്ങളിലാണ് നമ്മളെ എമ്പുരാന് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോ അത്യാവശ്യം ബഡ്ജറ്റിൽ തന്നെയാണ് പടം എത്തിയിട്ടുള്ളത്. അപ്പോ ഒന്നും വിചാരിക്കേണ്ട, ഇത് സംഭവം വളരെ ഹിറ്റായി മാറും. അപ്പൊ അങ്ങനെ കാറ്റിക്കുറുക്കി വെച്ച പാലാണെന്ന് പറഞ്ഞ പോലെ സംഭവം മാർച്ച് 27 റിലീസാവുന്നു. സ്കൂളുകളും അതുപോലെ തന്നെ വെക്കേഷനൊക്കെ തുടങ്ങുന്ന ടൈമാണ്. ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളും അതുപോലെ ഫാമിലീസൊക്കെ അടിച്ച് തിക്കി തിരഞ്ഞ് കയറാനുള്ള ഒരു സംഭവം ആയിക്കൊണ്ടാണ് ഈ മാർച്ച് 27 റിലീസ്. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് പൂരത്തിന്റെ പൂരം തന്നെ. അപ്പോ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് പോലെ ഞാനും മാർച്ച് 27 വരെ കാത്തിരിക്കുകയാണ്. എന്തിനെ? എമ്പുരാൻ റിലീസിന്. അപ്പോ വീണ്ടും കാണുന്നത് ടാറ്റ ബൈ ബൈ, സി യു.